നമസ്കാരം. പത്മ. ജലാലുദ്ദീൻ റൂമി ഒരു സിദ്ധനുമായിരുന്നു, ഒരു ഭിക്ഷുവായിരുന്നു. അപ്പോൾ റൂമി ഒരു ദിവസം ഒരു രാജാവിൻ്റെ, ഒരു സാമ്രാട്ടിൻ്റെ കൊട്ടാരത്തിന് മുൻപിൽ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ കണ്ടു. അവർ നോക്കുമ്പോൾ റൂമി ഒരു സാമ്രാട്ടിൻ്റെ കൊട്ടാരത്തിൻ്റെ കവാടത്തിൽ, വാതിൽക്കൽ നിൽക്കുകയാണ്. അവര് അതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്: ഭിക്ഷ യാചിക്കുന്നവൻ ഒരിക്കലും സാമ്രാട്ടിൻ്റെയോ കുബേരൻ്റെയോ കവാടത്തിൽ പോകരുതെന്ന് ആണ് വചനം. എന്നാൽ ശിഷ്യന്മാർ കാണുന്നത് റൂമി അവിടെ നിൽക്കുന്നതാണ്, ആ വാതിൽക്കൽ ഭിക്ഷ യാചിക്കാൻ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്നിട്ട് ജലാലുദ്ദീൻ തിരിച്ച് വന്നപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഗുരുനാഥ, അവിടുന്ന് നിയമം അതിക്രമിച്ചു. ശിഷ്യന്മാർ റൂമിയോടാണ് പറഞ്ഞത്. കുബേരന്മാരുടെയോ രാജാക്കന്മാരുടെയോ രാഷ്ട്രീയക്കാരുടെയോ കവാടത്തിന് മുന്നിൽ ഒരിക്കലും പോകരുതെന്നാണ് വചനം. എന്നാൽ രാജാവിന് വരണമെന്നുണ്ടെങ്കിൽ ഭിക്ഷുവിന്റെ കവാടത്തിൽ വരാം. അതാണ്, ഭിക്ഷു ഒരിക്കലും രാജാവിൻ്റെയോ രാഷ്ട്രീയക്കാരുടെയോ കവാടത്തിലേക്ക് പോകരുത്. ഭിക്ഷ നൽകണമെന്നുണ്ടെങ്കിൽ അവർ ഭിക്ഷുവിന്റെ കവാടത്തിൽ വേണമെങ്കിൽ വരാം. ഇതാണ് വചനമെന്ന് ശിഷ്യന്മാർ ഭൂമിയോട് പറഞ്ഞു. അപ്പോൾ ജലാലുദ്ദീൻ കൊടുത്ത ഉത്തരം ഇതാണ്. അദ്ദേഹം വളരെ ഒരു അത്ഭുതകരമായിട്ടൊരു ഉത്തരമാണ് കൊടുത്തത്. വചനത്തെക്കുറിച്ച് അദ്ദേഹം കേട്ടിരിക്കുമല്ലോ. അദ്ദേഹം പറഞ്ഞ രീതി ഇതാണ്: നിങ്ങൾ ഇതേക്കുറിച്ച് വിഷമിക്കുകയൊന്നും വേണ്ട. ഞാൻ രാജാവിന്റെ കൊട്ടാരത്തിൽ പോയാലും രാജാവ് എൻ്റെ അടുത്ത് വന്നാലും എല്ലാ വിധത്തിലും അതിൻ്റെ അർത്ഥം രാജാവ് എൻ്റെ അടുത്ത് വരുന്നു എന്ന് തന്നെയാണ്. ശിഷ്യന്മാര് മൊത്തം ബ്ലാങ്കായി. എന്താണ് പറഞ്ഞത് റൂമി എന്ന് അവർക്ക് മനസ്സിലായില്ല. അതാണ് സിദ്ധന്മാരുടെ ഉത്തരം. അത് നമുക്ക് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ തന്നെ ചിലപ്പോൾ ഒരായുസോളം വേണ്ടിവരും. പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ ഇതേക്കുറിച്ച് വിഷമിക്കുകയൊന്നും വേണ്ട. ഞാൻ രാജാവിന്റെ കൊട്ടാരത്തിൽ പോയാലും രാജാവ് എൻ്റെ അടുത്ത് വന്നാലും എല്ലാ വിധത്തിലും അതിൻ്റെ അർത്ഥം രാജാവ് എൻ്റെ അടുത്ത് വരുന്നു എന്ന് തന്നെയാണ്. വളരെ വിചിത്രമായിട്ടുള്ളൊരു വ്യാഖ്യാനമാണ് റൂമി പറഞ്ഞത്. ഞാൻ രാജാവിന്റെ കൊട്ടാരത്തിൽ പോകുന്നതായി കാണപ്പെട്ടാലും രാജാവ് എൻ്റെ കുടിലിൽ വരുന്നതായി കാണപ്പെട്ടാലും എല്ലാ വിധത്തിലും രാജാവ് എൻ്റെ അടുത്ത് തന്നെയാണ് വരുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ജലാലുദ്ദീൻ ഈ പറഞ്ഞ ഉത്തരം, റൂമിയുടെ ഈ ഉത്തരം കേട്ട് അവർ മൊത്തവും അമ്പരപ്പോടെയാണ് നിന്നത്. ശിഷ്യന്മാർ അതൊക്കെ മനസ്സിലാക്കിയെടുക്കാനായില്ല എന്താണ് ഈ പറഞ്ഞതെന്ന്. അപ്പോൾ ജലാലുദ്ദീൻ വീണ്ടും പറഞ്ഞു, പരിഭ്രമിക്കേണ്ടതില്ല. എന്തുകൊണ്ടെന്നാൽ രാജാവിന് എൻ്റെ അടുത്ത് വരാനുള്ള ധൈര്യമുണ്ടായില്ല. അതുകൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് പോകേണ്ടി വന്നത്. അദ്ദേഹം അത്രയധികം വിവേകം ഉള്ളവനൊന്നുമല്ല, എന്നാൽ ഞാൻ അവിവേകിയും അല്ല. രാജാവ് വിവേകമുള്ളവനുമല്ല, അത്രയ്ക്ക് വിവേകമുള്ളവനുമല്ല, ഞാൻ അവിവേകിയുമല്ല. റൂമി പറഞ്ഞതാണ്. എനിക്ക് അവരുടെ സഭ്യതകളെക്കുറിച്ച് അറിയാം. അവർക്ക് എൻ്റെ അടുത്ത് വരുന്നതിന് വേണ്ടിയുള്ള മാർഗം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ അങ്ങോട്ട് പോയത്. ഇനി അവർ എൻ്റെ അടുത്ത് എത്തിച്ചേരും. വീണ്ടും ശിഷ്യന്മാർ കൂടുതൽ ചിന്തകളിലേക്ക് പോയി. എന്താണ് ഈ പറഞ്ഞതെന്ന് മനസ്സിലാക്കാനാകാതെ അത് പറഞ്ഞു വന്നത് ഇതാണ്: എന്തെങ്കിലും ഒന്ന് ആവശ്യപ്പെടാനാണ് ഞാൻ അവിടെ പോയതെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരി തന്നെ. എന്നാൽ ഞാൻ കൊടുക്കുന്നതിന് വേണ്ടിയാണ് പോയത്. ആ ഒരു സ്ഥിതിയിൽ ഞാൻ ഭിക്ഷാടകനായി അവിടെ പോയെന്ന് പറയുന്നത് ശരിയാണോ? അവരുടെ അടുത്ത് എന്തെങ്കിലും ആവശ്യപ്പെടുത്തുന്നതിന് വേണ്ടി പോകരുതെന്നാണ് ഖുർആൻ പറയുന്നത്. കൊടുക്കാൻ വേണ്ടി പോകരുത് എന്ന് പറയുന്നില്ല. കൊടുക്കാൻ പോയവൻ ഭിക്ഷക്കാരനല്ല. ഒരു ഭിക്ഷുവായ സിദ്ധനായ റൂമിയുടെ വാക്കുകളാണിത്. കൊടുക്കാൻ പോയവൻ ഭിക്ഷു അല്ല. റൂമി പറഞ്ഞതിന്റെ പൊരുള് സന്യാസം എന്ന രീതിയിലും കൂടെ ചേർത്താണ്. സന്യാസം എന്നത്
ഒരു ഗുരുവോ ഒരു സ്ഥാപനമോ നൽകുന്ന ഒരു പട്ടം പദവിയല്ല എന്നാണ് ഇതിന്റെ അവസാന ഘട്ടത്തിൽ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ സന്യാസം സ്വീകരിച്ചു, ഒരാൾ സന്യാസം നൽകി എന്നൊക്കെ പറയുന്നതിനെ പറ്റി അവസാനം പറയുന്നു. സന്യാസം എടുത്താലും ശരി, ഞാൻ സന്യാസം തന്നാലും ശരി, ഏതൊരു വിധത്തിൽ നോക്കിയാലും ഞാൻ നിങ്ങൾക്ക് തരികയാണ് ചെയ്തിരിക്കുന്നത്. അതായത് പരമാത്മാവിൽ നിന്നും ഒന്നും പിടിച്ചു പറിക്കാൻ കഴിയില്ല. പരമാത്മാവിൽ നിന്നും ഒന്നും പിടിച്ചു പറിക്കാൻ കഴിയില്ല. പരമാത്മാവ് കൈ നിറയെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതിൻ്റെ അതേ കണക്ഷൻ വാക്കാണ്. കൊടുക്കാൻ പോയവൻ ഭിക്ഷക്കാരനുമല്ല. പരമാത്മാവിന്റെ കയ്യിൽ നിന്നും നമുക്കൊന്നും പിടിച്ചു പറിക്കാനും ആകില്ല. പത്മ.